ഇലക്ഷൻ ബ്രേക്കിംഗ് 1. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണെന്ന് മുസ്ലിം ലീഗ്. ഗുരുവായൂരും തിരുവമ്പാടിയും ഉൾപ്പെടെ പരിഗണനയിലുണ്ട്. ജയസാധ്യത നോക്കി മാറ്റം വരുത്തുമെന്നും യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകുമെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം റിപ്പോർട്ടറിനോട്. റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ് നമ്പർ 2. തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ 3 ടേം വ്യവസ്ഥയുണ്ടാകില്ല. PK കുഞ്ഞാലിക്കുട്ടി മണ്ഡലം മാറുന്നതിൽ തെറ്റില്ലെന്നും PMA സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജില്ലാ കേന്ദ്രത്തിൽ അദ്ദേഹം മത്സരിക്കണമെന്നും PMA സലാം. റിപ്പോർട്ടർ വാർത്ത ശരിവെച്ച് PMA സലാം. റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ് നമ്പർ 3. സമസ്തയുമായി മുസ്ലിം ലീഗിന് തർക്കങ്ങളില്ലെന്ന് PMA സലാം. ലീഗ് വിരുദ്ധരായ സമസ്തക്കാർ തിരഞ്ഞെടുപ്പിൽ ഭീഷണിയാവില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അത് വ്യക്തമായതാണെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. നമുക്കാദ്യം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം റിപ്പോർട്ടറിനോട് ഞങ്ങളുടെ പ്രതിനിധി VS രഞ്ജിത്തിനോട് സംസാരിച്ചതിലെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടുവരാം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആത്മവിശ്വാസം മാത്രം പോരല്ലോ, നിയമസഭയിലേക്ക് വരുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ മാറും. അപ്പോൾ കഴിഞ്ഞ തവണ എന്നല്ല, സ്ഥിരമായി ലീഗിന് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ തിരുവമ്പാടി ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്, പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ലീഗിന് കിട്ടാറില്ല. ഗുരുവായൂർ മണ്ഡലം ലീഗ് ജയിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ചു കാലമായി കിട്ടാറില്ല. തവനൂർ കോൺഗ്രസിൻ്റെ കയ്യിലാണ്, ലീഗ് കോൺഗ്രസിന് ആ സീറ്റ് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ജയസാധ്യത മാത്രം പരിഗണിക്കുമ്പോൾ ഒരു വച്ചുമാറൽ സാധ്യതകളൊക്കെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഇല്ലേ? UDFിൻ്റെ ഇത്തവണത്തെ നയം, മുസ്ലിം ലീഗിന് മാത്രമല്ല UDFിൻ്റെ നയം പരമാവധി സീറ്റുകൾ നിയമസഭയിൽ ഉണ്ടാക്കുക എന്നതാണ്. ആ നയത്തിനനുസൃതമായ ചർച്ചകളിലേക്ക് എല്ലാ പാർട്ടികളും കടക്കും. കോൺഗ്രസും കടക്കും, മുസ്ലിം ലീഗും കടക്കും, മറ്റ് ഘടകകക്ഷികളൊക്കെ കടക്കും. അങ്ങനെയുള്ള ചർച്ചകൾക്കിടയിൽ ഏതാണ് നല്ലത് എന്ന് നോക്കിയിട്ട് അതിലാർക്കും പിടിവാശിയില്ല. UDFിന് ജയിക്കാൻ കഴിയണം. അതിന് ഏതാണ് നല്ലത് എന്ന് നോക്കിയിട്ടുള്ളൊരു തീരുമാനം UDFിൽ ഘടകകക്ഷികൾ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കണം എന്നതാണ് UDF എടുത്തിട്ടുള്ള തീരുമാനം. ജയസാധ്യത കണക്കാക്കി വെച്ചുമാറൽ ഉൾപ്പെടെ എല്ലാം ജയസാധ്യത കണക്കിലെടുത്ത് എല്ലാം സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് മാറ്റവും എല്ലാ കാര്യങ്ങളും ജയസാധ്യത കണക്കിലെടുത്ത് അത് എല്ലാ പാർട്ടികളും സഹകരിക്കുക എന്ന ഒരു ചിന്ത UDFിലുണ്ട്, ഒരു തീരുമാനമുണ്ട്. അതിനനുസൃതമായിരിക്കും ഈ സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയമൊക്കെ മുന്നോട്ട് പോവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുന്നമംഗലം സീറ്റ് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചത് ലീഗ് ചെയ്തൊരു വിട്ടുവീഴ്ച തന്നെയാണ്. സമാനമായി തിരുവമ്പാടി സീറ്റ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വരുമ്പോഴേക്കും ഇവിടെ പരാജയം സംഭവിക്കുന്നുണ്ട്. ഗുരുവായൂർ സീറ്റ്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിന് കൊടുത്ത് കോൺഗ്രസ് സ്ഥിരമായി പരാജയപ്പെടുന്ന ചില സീറ്റുണ്ട്. പട്ടാമ്പി സീറ്റുണ്ട്, തവനൂർ സീറ്റുണ്ട്. ഇതൊക്കെ ഒന്ന് പരസ്പരം വെച്ച് മാറിയാൽ ചിലപ്പോൾ ആ ഇക്വേഷൻസിലൊക്കെ ഒരു മാറ്റം വരും. നമുക്ക് ഈ പറഞ്ഞ മലപ്പുറത്തുണ്ടാക്കിയതുപോലെ ഒരു ഫുൾ സീറ്റിലേക്ക് പോകാൻ പറ്റും. അല്ല, UDFിന് പരമാവധി സീറ്റുകൾ കേരള നിയമസഭയിൽ ഉണ്ടാക്കുക. അത് മലപ്പുറത്തും കോഴിക്കോടും മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും അത്തരം നിലപാടെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ചകളിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ മണ്ഡലങ്ങളൊക്കെ ചർച്ചകളിൽ വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഗുരുവായൂരൊക്കെ വരും, ചർച്ചകളിൽ വന്നേക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൻ്റെ UDF സ്ഥാനാർത്ഥികൾ വിജയിക്കാതെ പോകുന്നത്. ഡീലിമിറ്റേഷൻ വലിയ ഒരു ബാധ്യത UDFിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഏതാണ് അതിലാർക്കും പിടിവാശി ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജയിക്കാവുന്ന മണ്ഡലങ്ങൾ പരസ്പരം മാറുകയോ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. ഈ അനുഭവ സമ്പത്ത് എന്ന് പറയുമ്പോൾ 3 തവണ ടേം വ്യവസ്ഥ നിർബന്ധമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം. ഈ ടേം വ്യവസ്ഥ പഞ്ചായത്തിലും നിർബന്ധമാക്കി, നിയമസഭയിലും ഉണ്ടായിരുന്നു? ഇല്ല, നിയമസഭയിൽ ടേം വ്യവസ്ഥ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. അത് പറയാൻ കഴിയില്ല. അതേ സമയത്ത് തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അല്ല, ഇത്തവണ പ്രത്യേകിച്ച് ചോദിക്കാനുള്ള കാരണം പല നേതാക്കന്മാർ ഇപ്പോൾ ഈ അനുഭവ സമ്പത്തിന്റെ കാര്യം പറയുമ്പോൾ PK ബഷീർ, ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, KP മജീദ്, NN നെല്ലിക്കുന്ന്, PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, പല നേതാക്കന്മാരും 3 ടേം കഴിഞ്ഞവരാണ്. അപ്പോൾ ആ ടേം വ്യവസ്ഥ നടപ്പാക്കിയത് പക്ഷേ തങ്ങൾ പറഞ്ഞ പോലെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുണ്ടാവില്ല. അല്ല, അതിൽ ആ ചർച്ചയിലേക്ക് ടേം വ്യവസ്ഥ വേണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണന കൊടുക്കണോ എന്നൊക്കെ പാർട്ടിയെ സംബന്ധിച്ച് കൂടിയിരുന്ന് ആലോചിക്കും. അതിപ്പോൾ കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായതിനു ശേഷം മാത്രമേ പാർട്ടിയുടെ ഇന്നർ കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ. ഈ ഇളവ് കൊടുക്കുകയാണെങ്കിൽ PK ബഷീറിനും ഷംസുദ്ദീനും മഞ്ഞളാംകുഴി അലി അങ്ങനെ വളരെ എണ്ണം പരിമിതപ്പെടുത്തുമായിരിക്കും. അല്ല, അത് കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ കൊടുക്കണമെന്നും പാർട്ടി തീരുമാനിക്കും, തങ്ങൾ പ്രഖ്യാപിക്കും, അത്രയേ ഉള്ളൂ. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാവുക എന്ന് പറയുന്നത് സമസ്തയുടെ വിള്ളലാണ്. സമസ്തയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ഒരു വിള്ളലാണ് പ്രധാനമായിട്ടും. അത് പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത്ര കണ്ടില്ല. ആ
വെല്ലുവിളി അതിജീവിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അങ്ങനെയല്ല. സമസ്ത മറ്റു മതസംഘടനകളെ പോലെ തന്നെ ഒരു മതസംഘടനയാണ്. മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇതും രണ്ടും തമ്മിൽ ഭിന്നിപ്പോൾ തർക്കമൊന്നും ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് വളരെ ടൈറ്റാണ്. അത് പിന്നെ ആദ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും മറ്റു ഉപതെരഞ്ഞെടുപ്പിലും കാണാമെന്ന് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാണാമെന്ന് പറഞ്ഞു, കണ്ടു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണാമെന്ന് കണ്ടു. എല്ലായിടത്തും മുസ്ലിം ലീഗ് എന്താണ് എന്ന് മുസ്ലിം ലീഗ് കാണിച്ചു കൊടുത്തു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, അത് സംസ്ഥയിലുള്ള പ്രവർത്തകരുണ്ടാവും, മുജാഹിദിലുള്ള പ്രവർത്തകരുണ്ടാവും. എല്ലാ മതസംഘടനക്കാരും മുസ്ലിം ലീഗിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒന്നുമില്ല. താങ്കളെ മാറ്റണമെന്നൊക്കെ സമസ്തയുടെ ഒരു വിഭാഗം പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. താങ്കൾ എവിടെയും മത്സരിച്ചാലും അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മണ്ണാർക്കാട് ശംസുദ്ദീന് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അതിനൊക്കെ കാലം മറുപടി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളും വോട്ടിൻ്റെ കണക്കുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഏതായിരുന്നാലും അതൊന്നും ഒരു തർക്ക വിഷയമല്ല. മുസ്ലിം ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടി, UDF എന്ന മുന്നണി, ഇതിൻ്റെ രണ്ടിൻ്റെയും ആവശ്യകതയും അനിവാര്യതയും അവരുടെ നിലപാടുകളും സാധാരണ വോട്ടർമാർക്ക് വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടും, നല്ല ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരും. നമുക്കിപ്പം VS രഞ്ജിത്ത് ഉണ്ട്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്തിനോടാണ് PMA സലാം മനസ്സ് തുറന്നിരിക്കുന്നത്. നമ്മൾ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങളിൽ ഒന്ന്, മണ്ഡലങ്ങൾ വെച്ചു മാറാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? പ്രത്യേകിച്ച് ഗുരുവായൂർ, അതേപോലെ തിരുവമ്പാടി, അതേപോലെ 3 ടേം വ്യവസ്ഥ ഉണ്ടാവില്ല. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മത്സരിക്കുമെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്ത ശരിയാണെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. യുവപ്രാതിനിധ്യം ഇക്കുറി ഉണ്ടാവും എന്നത് പറയുന്നു. PMA സലാം മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ല. എങ്കിലും അദ്ദേഹം മത്സരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് PMA സലാം നമ്മളോട് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായി? ഡോക്ടർ അരുൺ, ലീഗിന്റെ തെരഞ്ഞെടുപ്പ് നയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മോട് സംസാരിക്കുമ്പോൾ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യമില്ല എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് വന്നൊരു മാറ്റം PMA സലാം സൂചിപ്പിക്കുന്നുണ്ട്. ജയസാധ്യത കണക്കാക്കി ചില മണ്ഡലങ്ങൾ വെച്ചുമാറാൻ തയ്യാറാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. എടുത്തു ചോദിച്ചത് ഗുരുവായൂരും തിരുവമ്പാടിയുമാണെങ്കിലും കുന്നമംഗലം പോലുള്ള സീറ്റുകളുണ്ട്, പേരാമ്പ്ര സീറ്റുണ്ട്, ഇത്തരത്തിലുള്ള സീറ്റുകൾ, കോങ്ങാട് സീറ്റ് ഉൾപ്പെടെയുണ്ട്. ഈ സീറ്റുകൾ വെച്ചുമാറാൻ ലീഗ് തയ്യാറാണ്. കോൺഗ്രസുമായി അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളിൽ എതിർപ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമതായി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ മണ്ഡലങ്ങൾ വെച്ചുമാറാം. തവനൂര് ലീഗ് ഏറ്റെടുക്കാനും പട്ടാമ്പി ലീഗ് ഏറ്റെടുക്കാനും പകരം തിരുവമ്പാടിയും ഗുരുവായൂരും കോൺഗ്രസിന് കൊടുക്കാനുമുള്ള ഏകദേശ ധാരണ അവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ധാരണയായിട്ടും തോന്നുന്നു. ഗുരുവായൂരും തിരുവമ്പാടിയും ഒക്കെ, ഗുരുവായൂരിൽ TM പ്രതാപനെയും KM മുരളീധരനെയും ഒക്കെ പരിഗണിക്കുന്നുണ്ട്. തിരുവമ്പാടിയിലും സമാനമായി ഒരു ഹിന്ദു കാൻഡിഡേറ്റ് വേണം എന്നുള്ളതാണ് ലീഗിന്റെ ആവശ്യം. ഇനി ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ VS ജോയിക്ക് സാധ്യത അവിടെയുണ്ട്. അങ്ങനെ പല പേരുകളും ആ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ 3 ടേം വ്യവസ്ഥ ഉണ്ടാവില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അതിൽ ഇളവുണ്ടാവില്ല. PK ബഷീറിനും ശംസുദ്ദീനുമായിരിക്കും ഇളവുണ്ടാവാൻ സാധ്യത. PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കും, അതുപോലെ MK മുനീറും മത്സരിക്കും. കൂടുതൽ സീറ്റുകൾ യുവാക്കൾക്ക് കൊടുക്കും. കഴിഞ്ഞ തവണ 3 സീറ്റാണ് യൂത്ത് ലീഗിന് കൊടുത്തത്. ഇത്തവണ 5 സീറ്റ് വരെ കൊടുക്കാൻ സാധ്യത എന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നു. സമാനമായുള്ള അഭിപ്രായം PMA സലാമും പറയുന്നുണ്ട്. അധിക സീറ്റുകൾ യൂത്ത് ലീഗുകാർക്ക് കൊടുക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിട്ട് മലപ്പുറത്തേക്ക് മാറും എന്നുള്ളത് നമ്മുടെ ബ്രേക്കിംഗ് ആയിരുന്നു. അതിനെക്കുറിച്ചും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. മലപ്പുറത്തിന്റെ ജില്ലാ കേന്ദ്രം എന്ന രീതിയിൽ മലപ്പുറത്ത് മത്സരിക്കുന്നതാണ് PK കുഞ്ഞാലിക്കുട്ടിക്ക് നല്ലത്. മണ്ഡലം വെച്ചു മാറുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റും ഇല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സമസ്തയിൽ തന്നെയുള്ള ലീഗ് വിരുദ്ധരുടെ വെല്ലുവിളി, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വെല്ലുവിളി നേരിട്ടതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരമൊരു വെല്ലുവിളി നിലനിൽക്കുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ലീഗിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി വളരെ കൃത്യമായി തന്നെ PMA സലാം പറഞ്ഞു വെക്കുന്നു. ഈ മാസം 15-ാം തീയതിക്കകം തന്നെ ഈ സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും എല്ലാ ചർച്ചകളും പൂർത്തിയാക്കും. അതിനുശേഷം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ PMA സലാം മത്സരിക്കുകയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് PMA സലാം തുടരാനുള്ള സാധ്യതയാണ്. ജയിച്ചാൽ ഒരു മന്ത്രിയാവാനുള്ള അവസരമൊന്നും ഇല്ലാത്തതുകൊണ്ട് MLA ആവുന്നതിനേക്കാൾ നല്ലതാണ് ഭരണകക്ഷിയുടെ ജനറൽ സെക്രട്ടറി ആയി തുടരുന്നത് എന്ന് PMA സലാമിന് മനസ്സിലുണ്ടോ എന്നൊരു സംശയം കൂടി ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതൊരു നല്ല നിരീക്ഷണമാണ്. താങ്ക് യു VS രഞ്ജിത്ത്. താങ്ക് യു. VS രഞ്ജിത്താണ് PMA സലാമുമായി സംസാരിച്ചത്. നേരോ നേതാവേ എന്ന നമ്മുടെ പരിപാടിയിലാണ് PMA സലാം മനസ്സ് തുറന്നത്.